ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി. കുറേ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പല യൂണിവേഴ്സിറ്റികളിലും ഇത്തരത്തിലുള്ള സ്റ്റുഡൻസിന്, അതായത് സ്പെഷ്യലി ഏബിൾഡ് സ്റ്റുഡൻസിനും ഡിസബിലിറ്റി ഉള്ള സ്റ്റുഡൻസിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ UGCയുടെ ഭാഗത്തു നിന്നൊക്കെ, അതുപോലെ തന്നെ അവരുടെ ഫീസ് ഇളവിലായാലും അവരുടെ പഠനത്തിന്റെ കാര്യത്തിലായാലും മറ്റു വിഷയങ്ങളിലും അവർക്ക് ഒരുപാട് കൺസെഷനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചുകൊണ്ട് അത് കൺസേൺഡ് ആയിട്ട് പല ഇളവുകൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസബിലിറ്റി കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് എന്തൊക്കെ സേവനങ്ങളാണ് അപ്പാർട്ട് ഫ്രം നോർമൽ സ്റ്റുഡൻസിൽ നിന്നും ഇവർക്ക് ലഭിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ. അപ്പോൾ വീണ്ടും യൂണിവേഴ്സിറ്റിയിൽ നിന്നും, ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്നും ഒരു നോട്ടിഫിക്കേഷനും കൂടി വന്നിട്ടുണ്ട്. ഒരുപാട് സ്റ്റുഡൻസ്, ഇപ്പൊ ഡയബറ്റിക് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് വലിയൊരു ഇൻഫർമേഷൻ ആണ്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇതാണ് ആ നോട്ടിഫിക്കേഷൻ. അതായത് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി സർവകലാശാലയുടെ പരീക്ഷ എഴുതുന്ന ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ പഠിതാക്കൾക്ക് പരീക്ഷ സമയത്ത് 20 മിനിറ്റ് അധിക സമയം നൽകി ഉത്തരവാകുന്നു എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്കറിയാം, ഡയബറ്റിക്സ് ഇപ്പൊ നമ്മളുടെ ഒരു സാധാരണയായിട്ട് രോഗമാണ്. പക്ഷെ ടൈപ്പ് 1 ഡയബറ്റിക് ആയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലാക്കിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു നോട്ടിഫിക്കേഷൻ. അതായത് 20 മിനിറ്റ് അധിക സമയം, സാധാരണ നിങ്ങൾക്ക് ഓരോ സ്റ്റുഡൻസിനും ലഭിക്കുന്ന 3 മണിക്കൂർ സമയത്തിൽ നിന്നും 20 മിനിറ്റ് എക്സ്ട്രാ സമയം അവർക്ക് ഉത്തരവാകുന്നതായിട്ട് പറയുന്നു. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവ് നമ്പർ പ്രകാരമാണ് ഈ ഒരു 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 ശ്രീമതി ബുഷ്ര ശിഹാബിന്റെ അപേക്ഷ പ്രകാരമാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പൊ സിൻഡിക്കേറ്റ് യോഗം ചേർന്നിട്ടാണ്, വൈസ് ചാൻസലറുടെ ഉത്തരവാണിത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ പഠിതാക്കൾക്ക് പരീക്ഷ സമയത്ത് അധിക സമയം അനുവദിക്കുന്നത് സംബന്ധിച്ച് ശ്രീമതി ബുഷ്ര ശിഹാബ് സമർപ്പിച്ച അപേക്ഷാ പരാമർശം 1 പ്രകാരം സർവകലാശാലയുടെ റിപ്പോർട്ടിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കത്ത് നൽകിയിരുന്നു. ഇത് പരിഗണിച്ചാണ് ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ പഠിതാക്കൾക്ക് സെമസ്റ്റർ പരീക്ഷകളിൽ ആകെ 20 മിനിറ്റ് അധിക സമയം ഗവൺമെന്റ് ഡോക്ടർ നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ അവര് അനുവദിക്കുന്നത്. അതുപോലെ തന്നെ ടി ആനുകൂല്യത്തിനായി പഠിതാക്കൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സഹിതം പരീക്ഷാ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കുന്നതിന് മുന്നായി പരീക്ഷാ കൺട്രോളർക്ക് പ്രത്യേക അപേക്ഷ സമർപ്പിക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും ഫ്രണ്ട്സിനോ മറ്റവർക്കോ ഇങ്ങനത്തെ അസുഖം ഉണ്ടെങ്കിൽ, നിങ്ങൾ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഒരു ഇതിന്റെ ഭാഗമാണെന്നും ഇങ്ങനെ ടൈപ്പ് 1 ഡയബറ്റിക്സ് ഉണ്ടെന്നും സാക്ഷ്യപ്പെടുത്തി ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ആർക്ക് സമർപ്പിക്കേണ്ടതാണ്, പരീക്ഷ രജിസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ അതും കൂടെ സമർപ്പിക്കേണ്ടതാണ്. അപ്പോഴാണ് പരീക്ഷയുടെ സമയത്ത് നിങ്ങൾക്ക് 20 മിനിറ്റ് അധിക സമയം ലഭിക്കുക. ഓക്കെ, അപ്പൊ അത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. അവരോടൊക്കെ ഇതിനെക്കുറിച്ച് അവെയർ ആയിരിക്കാൻ പറയാം. ഇപ്പൊ പരീക്ഷ രജിസ്ട്രേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്, സെക്കൻഡ് സെമ്മിന്റെയും ഫോർത്ത് സെമസ്റ്ററിന്റെ ഒക്കെ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇത് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സോ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അസൈൻമെന്റിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് താഴെ ലിങ്ക് കൊടുക്കാം. അസൈൻമെന്റ് പർച്ചേസ് ചെയ്യേണ്ട കാര്യങ്ങൾ അതും കോൺടാക്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച്.